ഞാനപ്പോൾ അത് ഉപയോഗിക്കാന്ന് വിചാരിച്ചാണ്. ഒരു ചെറിയ കളർ പടമായിക്കോട്ടെ. പക്ഷെ ഇതിന്റെ ഒരു അംശം ഉണ്ടാവുള്ള അതിനകത്ത് ലാസ്റ്റ് വരുമ്പേ. അതെ, ഇതിന്റെ ചെറിയ പാച്ചസ് ഒക്കെ അവശേഷിക്കുള്ളൂ അല്ലേ? കുറച്ചൊക്കെ അവശേഷിക്കും. നമ്മൾ നോക്കും എങ്ങനെ ഉണ്ടെന്നോ. ഭയങ്കര ഇതാവണം, ലൂസാവണം അല്ലേ? കുറച്ച് ലൂസാവും. ലൂസാക്കണ എന്താ? വെള്ളം വെച്ച് വേറെ ചില സാധനങ്ങൾ ഞാൻ അടുപ്പിച്ചേക്കും. മനസ്സിലായില്ലേ? ആ പ്രൊജക്ഷൻ നമുക്ക് ആ ഇമേജിനെ നമുക്ക് തരും. ഇത് ഇല്ലെന്നില്ല. ഞാനിങ്ങനെ ഒരു ഇമേജിനെ ഞാൻ ഉദ്ദേശിക്കണില്ല എൻ്റെ, പക്ഷെ അത് വരും. റാൻഡം ആയിട്ടുള്ള പ്രോസസ് ആണല്ലേ ഇത്. ഞാൻ ഇതിനകത്ത് നമ്മുടെ മനസ്സൊന്നുമില്ല, ജസ്റ്റ് ലാസ്റ്റ് വരെ നമ്മുടെ മനസ്സില്ല, അവസാനം വരെ നമുക്ക് മനസ്സില്ലല്ലോ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ചെറിയ നമ്മള് ഒരിക്കലും ഒരു പ്ലാനോ പദ്ധതിയോ ഇല്ലാതെ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഒരു ചിന്തയില്ല. നമ്മള് പടം വരയ്ക്കൊരു റിലീഫ്, അതായത് ഒരു 3 ഡയമെൻഷൻ, ഒരു ചെറിയ ഹൈറ്റ് കിട്ടാനായിട്ട്, തിക്നെസ് കിട്ടാൻ വേണ്ടി അത്രയുള്ളത്. ഇത് തന്നെയാണ് നമ്മൾ മറ്റേതിലും ചെയ്യണത്. മറ്റേ പെയിന്റ് ചെയ്യുമ്പോഴും നമ്മൾ ഇതേ ലാഭത്തോടെ തന്നെ ചെയ്യുള്ളൂ. പ്ലേഫുൾനെസ്. ഇതിലൊരു ഷെയ്ഡിന്റെ ഒരു പ്ലേ നടക്കണ്ടിട്ട് അതിനിടക്ക് കൂടി. അല്ല, ഞാൻ ബോധപൂർവ്വം ഒന്നും ചെയ്യുന്നില്ല. അല്ല, ഇതിനകത്തെ ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡിന്റെ പ്ലേ നടക്കണ ശ്രദ്ധിച്ചില്ലേ? അത് ഇതിനകത്ത് കാണുമ്പോ ശരിക്കും കാണാം. ശരി, ഈ ലൈറ്റ് ഇവിടെ അല്ല കറയില്ല, അതിൻ്റെ ഈ പൊട്ടുമ്പോഴൊക്കെ അവിടെ അതിന്മേൽ പെയിന്റിങ് കയറി പിടിക്കും. ഇത് നമ്മൾ കുറച്ച് സ്പീഡായിട്ട് ചെയ്യണം. ഇല്ലേ, ഈ എന്തിനാ നമുക്ക് ഉണങ്ങണേക്ക് മുമ്പ് തന്നെ അതിൻ്റെ ഇത് മാറ്റിക്കൊണ്ടുവരണേ. ഡിസോൾവ് ചെയ്തെടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു പാറ്റേൺ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ് മാത്രമാണിത്. ഒരു മെത്തേഡ് നമുക്ക് ഇൻവെന്റ് ചെയ്യാം. എന്ത് വേണമെങ്കിലും ഏത് രീതിയിലാണെങ്കിലും പാറ്റേൺ ഉണ്ടാക്കിയാൽ മതി. ഫസ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു ബേസിക് എന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിലൊന്നും ഇല്ലാത്തൊരു പാറ്റേൺ നാച്ചുറലി ഡെവലപ്പ് ചെയ്യണം. അപ്പൊ എന്താ വെച്ചാൽ നമ്മള് ഈ അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതെ, നമ്മളെപ്പോഴും ഈ കളർ സെലക്ട് ചെയ്യുമ്പോ നമ്മുടെ നമ്മുടെ കൺമുന്നിൽ കാണുന്ന അവൈലബിൾ കളേഴ്സ് സെലക്ട് അത് വരും. അല്ല, അത് വരുമല്ലോ, അത് വരും. അത് വരാതിരിക്കില്ല. കാരണം നമ്മളുടെ പ്രകൃതി നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. വലിയ വർക്കാവുമ്പോൾ
അതിനനുസരിച്ച് വലിയ ബ്രഷ് ഉപയോഗിച്ചാൽ മതി. അപ്പൊ കുറച്ച് ഏരിയ കവർ ചെയ്യാം, നമുക്ക് പെട്ടെന്ന് കവർ ചെയ്ത് എടുക്കാൻ പറ്റും. വീതിയുള്ള ബ്രഷ് ഉണ്ടോ? എന്റെ അടുത്തുണ്ട്, അവിടെ ഉണ്ടാവും. അവിടെ ഉണ്ട്. ഞാനിവിടെ കുറച്ച് സ്പെക്കിൾനെസ് ഒന്നും മാറ്റേണ്ട കാര്യമില്ല അല്ലേ? ഈ സ്പെക്കിൾഡ് ആയിട്ട് നിൽക്കണത് മാറ്റേണ്ട കാര്യം. ഇതാണ് സ്വാഭാവികമായിട്ട് വരുന്ന പാർട്ടാണല്ലേ ഇത്. നമുക്ക് റോളൊന്നും ഇല്ല ഇല്ല, അത് ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് ചെയ്യാം, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇപ്പൊ ഒരു പാറ്റേൺസ് ഒക്കെ ഡെവലപ്പ് ആയി വന്നിട്ടല്ലേ? അത് തന്നെ. ചേരിച്ചോറ് ചെറുതായിട്ട് കയറിയിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, അത് അതിന്റെ പാർട്ടായിട്ട് നിന്നോളും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഞാനിതൊക്കെ ഇങ്ങനെ ബ്രഷുകളൊക്കെ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അതായത് നമ്മൾ നേരെ ഉപയോഗിക്കല്ല, സ്ട്രോക്കിൽ ഇട്ടാൻ വേണ്ടി. മനസ്സിലായി. സാധാരണ പിടിക്കുന്ന പോലെ അല്ല കുറച്ച് വ്യത്യസ്തമായിട്ട്. എന്നാലും ഇതിനകത്തുള്ള സ്ട്രോക്കുകൾ കളയാതെ മനസ്സിലുള്ളതൊന്നും വരരുത്, വേറെ എന്തെങ്കിലും. ഇവിടെ ഈ ഉള്ള നല്ല രസകരമായ സാധനങ്ങളില്ലേ, അത് കളയാതെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ശരിക്കും മ്യൂസിക് വേണം, മ്യൂസിക് ഇടാം. ഈ ഒരു പ്രോസസ്സിൽ ചെറിയൊരു ബോധതലം ഉണ്ടല്ലേ? ഇത് നമ്മള് ഒരു അതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്.
അതിങ്ങനെ കേറി ഇറങ്ങിയും പോവും. ചെറിയ അത് അങ്ങനെ നിൽക്കൂല. മ്യൂസിക്കിൽ വരുമ്പോ നമ്മള് കുറച്ചും കൂടി കൈകളൊക്കെ കുറഞ്ഞു. ചടുലത, സംഗീതത്തിന്റെ ചടുലതൊക്കെ അനുസരിച്ച് കൈകളും വർക്ക് ചെയ്യും. കുറച്ച് കട്ടിയുള്ള പെയിന്റ് ആണ് വന്നിട്ട് ഇപ്പൊ അടിക്കണത്. കട്ടിയുണ്ട്. തഞ്ചേട്ടൻ ഇങ്ങനെ ഈ റാൻഡം ഇത് ചെയ്തതിൽ വെച്ചിട്ടേ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ളത് എന്ത് വെച്ച് ചെയ്തപ്പോഴാണ്? അതാണ് നമ്മൾ ഓരോന്നും അങ്ങനെ ചെയ്യാണ്. എന്നിട്ട് വരുന്നതിനനുസരിച്ച് നമ്മള് പിന്നെ വർക്ക് അതിൻ്റെ അകത്ത് കയറുമല്ലോ. മാജിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് ഒറ്റയടിക്ക് അങ്ങനെ കിട്ടില്ല അല്ലേ? ഒറ്റയടിക്ക് കിട്ടൂല. അത് പിന്നെ നമ്മള് സംതൃപ്തരാവുമല്ലോ, അങ്ങനെ പാടില്ല. അല്ല, അസംതൃപ്തി ആണ് പിന്നെ ലാസ്റ്റ് വരെ കൊണ്ടുപോകാൻ നമ്മളെ പ്രേരിപ്പിക്കണം. അല്ലാതെ ഇതൊരു പിന്നെ നമ്മള് എന്തിനാണ് വർക്ക് ചെയ്യണം അല്ലേ? അപ്പൊ നമ്മുടെ സോളില്ല അവിടെ. നമ്മുടെ സോള് വരാനായിട്ട് നമ്മള് ഒന്നും ചെയ്തിട്ടില്ലല്ലോ.
മറ്റേ വൈറ്റ് മീഡിയം കുറച്ച് തിക്നെസ്സിൽ വെക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ മുകളിൽ മാത്രം ടച്ച് ചെയ്യുക അല്ലേ? ഈ ഡാർക്കർ ഷെയ്ഡ്സ് ആണല്ലോ അതിന്റെ മുകളിൽ മാത്രം ടച്ച് ചെയ്യുക അല്ലേ? അതിനാണ് ശരിക്കും അത് ഗുണം വരിക. ഒരു നൈഫൊക്കെ ഉപയോഗിക്കാറുണ്ടോ? നൈഫ് ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കണം നോക്കണ്ട, എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് പാറ്റേൺ ഉണ്ടാക്കാം. മനസ്സിലായില്ലേ? ഞാനിതുവരെ ചെയ്തിട്ടുണ്ട്. ടൈറ്റാനിയം വൈറ്റ്. ഇതൊരു ഔട്ട്ലൈനിങ് പോലത്തെ പരിപാടിയാണല്ലേ? എക്സിസ്റ്റിംഗ് ഡാർക്കർ ഷെയ്ഡ്സിന് ഒരു ഔട്ട്ലൈൻ കൊടുക്കണോ? ഔട്ട്ലൈൻ അല്ല, അതായത് നമ്മള് ഇതിനകത്ത് എന്തായാലും നമുക്കൊരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് വന്നിട്ടുണ്ടല്ലോ, അതിനെ നമ്മള് പിന്നെ പതിനെ ഫോളോ ചെയ്ത് തുടങ്ങും. അത് നാച്ചുറലായിട്ട് നമ്മുടെ ഈ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നിട്ടുള്ള സ്ട്രോക്കുകളാണ്. അപ്പൊ അതിന് അത് എന്തോ അത് എക്സിസ്റ്റൻസ് നമുക്ക് അങ്ങനത്തെ ഒരു സംതിങ് ടു ബി ഡെവലപ്ഡ് ഔട്ട് ഓഫ് ദിസ്. എന്തൊക്കെയോ പുറത്തു അതെ അതാണ് അതിന്റെ നമ്മള് കബഡി നടത്തണ പോലെ. മനസ്സിലായി. അതാണ്. അപ്പൊ അത് ആദ്യത്തെ റാൻഡംനെസ് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ വി ആർ ട്രൈങ് ടു ഡെവലപ്പ് സം പാറ്റേൺസ് ഔട്ട് ഓഫ് ദ റാൻഡംനെസ്. അതെ അതെ അതെ. അല്ലാതെ നമ്മൾ ടോട്ടലി നമ്മളുടെ ആക്കരുത് അതിനാ. മനസ്സിലായില്ലേ? ടോട്ടലി നമ്മളെ ആക്കിയാല് അത് സാധാരണ അതെ. അതിലെന്തോ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തോ ഉണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഏത് നമ്മളായിട്ട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ എക്സിസ്റ്റൻസിന് എന്തോ നമ്മളോട് പറയാനുണ്ട്, അല്ലെങ്കിൽ ഈ സ്ട്രോക്കുകൾക്കുള്ളിൽ കൂടി എന്തോ നമ്മളിലേക്ക് പ്രവഹിക്കാനുണ്ട്. അതിനൊന്നും അങ്ങനെയില്ല. ഈ പടം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം സെലക്ട് ചെയ്ത കളർ അങ്ങനെ ആയതുകൊണ്ടാണ്. മറ്റൊന്ന് വെച്ചാൽ ഇത് മോണോക്രോം കളറാണ്, അല്ലാതെ മറ്റേ ഉപയോഗിക്കണില്ല. നമ്മള് അപ്പൊ ഒരുപാട് കളറുകൾ ഉപയോഗിച്ചാൽ കൺഫ്യൂഷൻ ആവും. അതിന് നല്ലത് ഇങ്ങനെ നമ്മൾ മോണോ കളറിൽ രസമാണ്, അതിന്റെ ഒരു അല്ലേ?
കുറച്ചും കൂടി റിഫൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്തല്ലേ. ഇങ്ങനെ ചെയ്യുമ്പോഴേ അതുകൊണ്ട് ലയിച്ചു കിട്ടും. പീക്സ് ഉണ്ടാവില്ല അല്ലേ? ആ അത് തന്നെ, അല്ലെങ്കിൽ കട്ടായിട്ട് നിൽക്കും. നമ്മളങ്ങോട്ട് ഇഷ്ടപ്പെട്ട കളറില്ല. കുറെ കൂടി റിഫൈൻഡ് സ്ട്രോക്സ് ആണല്ലേ. ഇതിനകത്ത് വെച്ചാൽ തന്നെ അതിങ്ങനെ ഇതായിട്ട് വരും. ആ കളറും ഭയങ്കരമായിട്ട് അല്ലേ. ബ്രഷ് ഉപയോഗിക്കണം. കഴിയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു പ്രശ്നമില്ല. ചെറിയ കളറുകൾ വന്നോണ്ട് ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഉപയോഗിക്കണം. ഇങ്ങനെ ഒരു പേടിയും വിചാരിക്കരുത് വർക്ക് ചെയ്യാനേ. മനസ്സിലായി, ധൈര്യം മനസ്സിലായി. ആ അതന്നെ, ആ ധൈര്യം തന്നെ എല്ലാവർക്കും എടുക്കാം. നമ്മള് ഒന്നും സംഭവിക്കാൻ പോണില്ല. Artist is not fearful about the resources. അതെ.
ഞാനെപ്പോഴും ഇത് ചെയ്യാന് ഇങ്ങനെ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇങ്ങനെ ടച്ച് ഇങ്ങനെ സ്ട്രോക്ക് ഇട്ട് പോണോണ്ട് അതിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ല കളറ് നമ്മൾ ചെയ്യുന്ന കളറ് എത്രത്തോളം ഓപ്പോസിറ്റ് അല്ലേ മറ്റേ എതിർക്കുന്ന അല്ല ഓപ്പോസിറ്റ് അല്ല ആ കളറൊക്കെ ചെറിയ കളറാണ്, പക്ഷെ അതിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഇല്ലേ? ശരിയല്ലേ? അതെന്താ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മള് ഒരുപാട് ഈ ബ്രൈറ്റ് കളേഴ്സ് ഉപയോഗിച്ചിട്ടില്ല. ഇമേജുകളെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. മറ്റേത് നമ്മള് ഒരു ഹൈ ഡെൻസിറ്റി ഉള്ള കളർ വെച്ച് കഴിഞ്ഞാൽ ആ കളറിൽ നമ്മുടെ കണ്ണ് തന്നെ മറ്റു കളറുകളെ അവോയ്ഡ് ചെയ്യും. മനസ്സിലായി. ഇതിപ്പോ നമ്മള് അതന്നെ ഈ കളറിൽ നമ്മള് ഈ ഓരോ വെക്കണ കളറും നമുക്ക് അവിടെ കണ്ട് ചെയ്ത് സ്ട്രോക്ക് അല്ലേ, എന്തെങ്കിലും ഒരു പ്രത്യേക ബോധം കൊടുക്കണ്ട? അതോ ഇല്ല ഒരു അവയർനെസ് ഒന്നും കൊടുക്കണില്ല, റാൻഡം അല്ലേ?
ആദ്യത്തെ കളറാണ് അതുകൊണ്ട് ഫില്ല് ചെയ്ത് പോയിട്ടുണ്ട്. അതിപ്പോ ഈ നമുക്ക് കുറച്ച് ഇമേജുകളൊക്കെ ആയല്ല, അപ്പൊ ഇത് അതുകൊണ്ട് ഫില്ല് ചെയ്ത് കുറച്ചുകൂടി വലിയ ബ്രഷ് ഉപയോഗിക്കാമോ ഈ സ്കാട്ടറിന്? ഇല്ല ഇല്ല, വലിയ ബ്രഷ് ആകുമ്പോ നമ്മൾ മറ്റ് ഇമേജുകളൊക്കെ നഷ്ടപ്പെടും, വാഷ് ഔട്ട് ആവും അല്ലേ? അത് പാടില്ല. ചെറിയ ബ്രഷ് തന്നെ എപ്പോഴും അപ്പോഴേ നമ്മള് പലതും ഇതിനകത്ത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ പല സാധ്യതകളും ഉണ്ട്. അപ്പൊ ആ സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ നമ്മൾ ചെറിയ ബ്രഷ് ഉപയോഗിക്കും. വലിയ ബ്രഷ് ആകുമ്പോൾ ചിലപ്പോൾ അതൊക്കെ പോകും, മറിഞ്ഞു പോകല്ലേ. എന്തെങ്കിലുമൊക്കെ രൂപങ്ങൾ കണ്ടാൽ തന്നെ അത് പെട്ടെന്നാണ് അതിനെ ഫോം ചെയ്യുന്നത്. അത് 10 മാസം തന്നെ ഗർഭത്തിൽ കിടക്കാൻ അനുവദിക്കണം. അതന്നെ പെട്ടെന്ന് ഫോം ചെയ്യും. ഗ്രേ തന്നെ അല്ലേ വന്നിട്ട്? ഇവിടെയൊക്കെ ഫില്ല് ചെയ്യാണ്ടുള്ള സ്ഥലങ്ങളൊക്കെ ഫില്ല് ചെയ്യണം. മനസ്സിലായി. വൈറ്റ് പാച്ചസ് എല്ലാം ഗ്രേ ആക്കുമല്ലേ? അല്ല, വൈറ്റ് അങ്ങനെയല്ല. ഇതിൻ്റെ ഇങ്ങനത്തെ ഇത് കാണുന്നുണ്ട്. മറ്റേ പിന്നെ ഇത് ഭയങ്കര ഡാർക്ക് അല്ലേ, അതിന്റെ തൊട്ട് അടിയിലുള്ള ഒരു കളറുണ്ട്, അതിന്റെ താഴെ വൈറ്റ് ഉണ്ട്. ഇതിന്റെ ഒരു 3-4 സ്റ്റെപ്പിലാണ് കളർ നിൽക്കുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ ഈ എടുത്തേക്കണ കളർ വെച്ചിട്ട് നമ്മള് അതിനെ മെർജ് ചെയ്യണം, പരസ്പരം ലയിപ്പിച്ചെടുക്കണം കുറച്ച്. പിന്നെ പെയിന്റ് കെയർ ഉണ്ട് കുറച്ച്. വിരലടയാളം പതിഞ്ഞാണല്ലേ? ഒരാൾക്കും കോപ്പി ചെയ്യാൻ പറ്റില്ല. നമുക്ക് തന്നെ നമ്മള് കോപ്പി ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന് സത്യം. ഇവിടെ ഒരു അക്കലെയുള്ളൊരു സ്ഥലത്തിന്റെ ലാൻഡ്സ്കേപ്പിന്റെ ഒരു അക്കലുള്ള സ്ഥലമില്ലേ, അത് കിട്ടണം. ആകാശവും പിന്നെ ഇങ്ങനെ വളരെ നീണ്ടു കിടക്കുന്ന ഒരു മലമ്പ്രദേശം, അല്ലെങ്കിൽ ഡെൻസിറ്റി കുറഞ്ഞ ഏരിയ അല്ലേ? വളരെ പിക്ചർ ഡെൻസിറ്റി ഇല്ല അവിടെ. എന്നുവെച്ചാല് ഈ ഇമേജുകളുടെ ഡെൻസിറ്റി കുറവാണ്.
ഇതൊക്കെ നമുക്ക് മരമാക്കി മാറ്റാം, മനസ്സിലല്ലേ? ഇതിനെ പിന്നെ ഇത് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് അതും വേണമെങ്കിൽ മരമാക്കി ഇതൊക്കെ മരമാക്കാം. ചെറിയ അത് ആസ് ഇറ്റ് ഈസ് അതേപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ കുന്നുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനെ മാറ്റിയെടുക്കാം. ഒരു മലയുടെ ഒരു ഭാഗമായിട്ട് മാറ്റാം. ഞാൻ അങ്ങനെ അങ്ങനെ ചെയ്തു തരാം. അപ്പം എന്നാ വെച്ചാൽ മണിക്കൂർ മലയുടെ സ്ട്രോക്കുകളാണ്. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ളൊരു ലൈറ്റർ ദാൻ വൈറ്റ്, ഡാർക്കർ ദാൻ അല്ല, ഡാർക്കർ ദാൻ വൈറ്റ്, ലൈറ്റർ ദാൻ ബ്ലാക്ക് അല്ലേ? അതെ. ഡാർക്കർ ഗ്രേ. അതെ. അവിടെ നിന്ന് മലയുടെ വിലക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഇങ്ങനെ ഒരു മല
മലയുടെ മുകളിൽ കൂടെയാണ് നമ്മൾ മല അങ്ങനെ പോവാം. അതെ, ഹൊറൈസണിൽ കുറച്ച് മലകൾ വേറെ. നാളെ ഇത് കഴിഞ്ഞിട്ട് നാളെ മണിക്കൂട്ടൻ വരുമ്പോഴേ തുടങ്ങുള്ളൂ കേട്ടോ. ആ മണിക്കൂട്ടന് വ്യക്തമായിട്ട് മനസ്സിലാവും എന്താണ് ലാസ്റ്റ് വന്നതെന്നുള്ളത്. ഞാൻ ഇങ്ങനെ എടുത്തു വയ്ക്കും കേട്ടോ. നമുക്കൊന്ന് പുറത്ത് പോകാമല്ലോ.